ബാവാക്യം പുത്രനും പരിശുദ്ധ റൂഹാക്യം. ഫോട്ടോ എടുക്കാൻ നിൽക്കണത് പെട്ടെന്ന് സന്തോഷമായിട്ട് വരാൻ പറഞ്ഞു. ചുമ്മാ ഉപ്പാറയ്ക്ക് വന്ന കേട്ടോ. അമ്മുന്റെ മൂക്കൊക്കെ റെഡിയാക്കാൻ മൂക്കുത്തി ഇടാൻ വേണ്ടി വന്ന അവിടെ വന്ന സന്തോഷം അവിടെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് അന്നേ ഞാൻ പറഞ്ഞു ഒരു ഇന്റർവ്യൂ പോയിട്ടപ്പം മുഖ്യം ഇവിടെ വന്നിട്ടെ എന്റെ ഫാമിലി മെമ്പേഴ്സ് പെയിന്റ് അടി രണ്ട് അടുത്തു അല്ല 3-4 ദിവസം രീതി അതാ നല്ല രീതിയിലുള്ള ചുരിദാറ്, നല്ല സൂപ്പർ ചുരിദാറ്, നല്ല അടിപൊളി സമീപിച്ചോളാം കേട്ടോ. നമ്പർ വിളിച്ചേക്കാം. അമ്മയ്ക്ക് കോളായിരിക്കും. തയ്യക്കൂലി വളരെ കുറവായിരിക്കും. സിന്ധു തയ്ക്കുന്ന ഡ്രസ്സെല്ലാം അതെ അത്രേ ഉള്ളൂ. നല്ല പരിപാടിയാണ്. അപ്പൊ എന്റെ ഓർക്കപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ. ഇവിടെ വന്ന് പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞ അടിപൊളിയായിട്ടൊരു ഫുഡൊക്കെ ആവും മേടിച്ചോണ്ട് വന്നു. നല്ല എനിക്ക് ഏറ്റവും മേടിച്ചോണ്ട് വന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കിയ മീൻകറി വന്നു. ഞാനിപ്പോ പേടിക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ. സംഗതി കൊള്ളത്തില്ല. എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്ക്. നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ. തൊട്ടിട്ട് ഇവിടെ വരെ ഇരിക്കുവാ. അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവര് വിടത്തില്ല. അതാണ് ഒരു വേറൊരു ഇത്. അപ്പൊ വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അളിയനും നാത്തോനും ഫാമിലിക്കും മക്കൾക്കും എല്ലാവർക്കും നല്ല നന്മകൾ നേരട്ടെ നേരുന്നു. ഓക്കെ. പിന്നെ നല്ല അടിപൊളി വീഡിയോ കേട്ടോ. ആരും മിസ് ചെയ്യണ്ട കേട്ടോ. അവിടെ ഒരു പുതിയ കട തുടങ്ങിയേക്കുന്ന കണ്ടോ. മെലഡി ഡിജിറ്റൽ സ്റ്റോർസ്. ഇപ്പോൾ വളകോട് വണ്ടി കേട്ടോ പോണേ. അമ്മു അവിടെ പോയേക്കാണ് കേട്ടോ. പിന്നെ മൂക്കുത്തി ഇടാൻ വേണ്ടിയിട്ട്. ആകാശം കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി. അതാ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പക്ഷേ കളറില്ല കേട്ടോ. ആകാശം സ്കൈ. അയ്യോ ചൂനനെ കാണത്തില്ല. എന്താ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നേ. എൻ്റെ ദൈവമേ. തമ്പാച്ചൻ. അയ്യോ കണ്ടോ. കൃഷ്ണനോ? കൃഷ്ണൻ. മാതാവ് കൃഷ്ണൻ. എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ. ആരതി എടുക്കട്ടെ നൊഴിയ. ആരതി എടുക്കട്ടെ. പിന്നെ സുനിലിട്ടപ്പനെ കണ്ട. സുനിൽ പപ്പായെ കണ്ടപ്പോ തന്നെ ആരതി എടുക്കട്ടെ നൊഴിയ. അവൻ പണിയാ അവിടെ. എന്റെ 6 അതേന്നെ എന്റെ പോയി മൊത്തം കുളമായി കിടക്കുവാ. അവൻ പണിയോ അവര് പെയിന്റടിയോ അടിയായിരുന്നു. ചേട്ടായി വരാത്തതിൻ്റെ ഉടക്കാ കേട്ടോ. കഴിഞ്ഞ ദിവസമേ ശാന്തക്കുച്ചിയുടെ അച്ഛൻ്റെ ഒക്കെ കഴിഞ്ഞ് വിളി ചോദിച്ചു, നീ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ സുനിൽ വരാത്തേന്ന്. ഇപ്പൊ ചേട്ടായി വന്നപ്പോ തന്നെ അന്നത്തെ തന്നെ കണക്ക് പറയാ. ഞാൻ കല്യാണത്തിന് വന്നില്ല, ഇവിടെ വന്നില്ല. എല്ലാരും ചോദ്യം. അതിനാ വെച്ചാൽ ഉണ്ണിയുടെ കല്യാണത്തിന് തകർക്കുമല്ലായിരുന്നോ. കണ്ണനോട് അറിയോ, നമുക്ക് നമ്മുടെ കടയാണ് ഏറ്റവും വലുത്. നമ്മൾ ചോറ് തരുന്ന വലുത്. ഇപ്പൊ നമുക്ക് പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലായി. സന്തോഷ് കേപ്പിയുടെ കടയല്ല എന്റെ കട. ഓണത്തിന്റെ കട എന്റെ കട. പലചരക്കട എന്റെ കട. സന്തോഷ് കേപ്പി ഞാനോർത്ത് ഇപ്പൊ പറയുന്നേടി സന്തോഷ് കവിക്ക് എന്റെ സ്വന്തമായോണ്ട് അടച്ചിട്ടിട്ട് പോകാൻ പറ്റുമെന്ന് പറയുന്നത്. ഞാനും ഓർത്ത് റംബൂട്ടാൻ ഈ പ്രാവശ്യം ഉണ്ടായില്ലല്ലോ. ഉണ്ടായോടി? കഴിഞ്ഞ പ്രാവശ്യം നല്ല 5-6 കിട്ടിയത്. ചൂനേ
ആ കണ്ണായിരിക്കും ചിലപ്പോൾ പറയും. എല്ലാം ചുറ്റിനും ഉണ്ട് പക്ഷേ അല്ല ഞങ്ങളുടെ ആ തെങ്ങ് കണ്ടോ ഒരൊറ്റ തേങ്ങ പിടിക്കുന്നില്ല, മൊത്തം ഓല സഹിതം കറക്കാൻ തുടങ്ങി. എന്റെ പൊന്നെ അതെ, പക്ഷെ ഞങ്ങളുടെയൊക്കെ അത് നിറച്ചുണ്ടായതാ. എന്റെ പൊന്നെ എന്നെ അറിയത്തില്ല. കഴിഞ്ഞ ദിവസം വിളിക്കുന്നു അങ്ങനെയാടേ. ആ അത് വേറെ ഒരു വഴി വരെ പോയതായിരുന്നു, അത് അത്യാവശ്യത്തിന് പോയതാ. അല്ലല്ല അത് ഞാൻ വേറൊരു വഴിക്ക് പോയതാ. അല്ല അന്നേരം എന്നെ ഓണത്തിന്റെ സീസണില്ലേ ഈ സീസൺ സമയത്ത് ഈ കാരണന്മാര് പറയത്തില്ലേ കാറ്റുള്ളപ്പോ തൂറ്റണം, കാറ്റുള്ളപ്പം തൂറ്റണം പറയും. നെല്ല് അല്ല അതങ്ങനില്ല, നെല്ലിന്റെ കാര്യം പറഞ്ഞു. നെല്ല് നമ്മൾ കാറ്റുള്ളപ്പോഴേ തൂറ്റാൻ പറ്റുള്ളൂ, തൂറ്റി കഴിഞ്ഞാൽ പതിനെ പറഞ്ഞു. പേറ്റണം എന്നാണോ തൂറ്റണം എന്നാണോ? ആണ് അല്ല ഇവരുടെ അവിടെ അങ്ങനെ ഉണ്ടടി ചില പറഞ്ഞല്ലോ കാറ്റുള്ളപ്പം തൂറ്റണം എന്ന് പറയും. അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ട് നമ്മുടെ ചോറില്ലേ. ഓണം കഴിഞ്ഞല്ലേ ഞാൻ പോയത്. ഓണത്തിന് മുമ്പേ രാവിലെ മറ്റേ പൊന്നമ്മാവനൊക്കെ വണ്ടിയിൽ വന്നിട്ട് ഓണത്തിനല്ലേ ഓണത്തിന് മുമ്പല്ലായിരുന്നു കല്യാണം. ഒറ്റ ദിവസം അടുത്ത് സുല്ലുണ്ട് ചേട്ടായിട്ട് സുല്ലുണ്ട് ഇല്ല. കണ്ണനോട് ഭയങ്കര അഭ്യർത്ഥന, ഇനി ബന്ധുക്കാരുടെ വീട്ടിലെ വെച്ചിട്ടെല്ലാം വിട്ടേക്കണോന്ന്. ആണോ? അതുകൊണ്ട് ഇറങ്ങിയേക്കൊന്ന് നോക്ക്. ഇന്നലെ എന്നോട് ഇവള് പറഞ്ഞടി ഇത് ആ അടിപൊളി അടിപൊളി അടിപൊളി. എന്നാ കൊച്ചിവിടെ ഇറങ്ങ്, അതായിരിക്കും ഉചിതം. ആ ഇനി കിടന്ന് കാണിച്ചു എന്നാന്ന് ചോദിച്ചാ. ആ അടിപൊളി. അയ്യോ പൊട്ടിപ്പോയി. ആ ഇല്ലേ ദൈവമേ ഭയങ്കര സൂപ്പറാണോ ഇങ്ങനെ? എൻ്റെ ദൈവം ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇത് ഇന്നലെ എന്നോട് പറഞ്ഞ പൗല് വേണോ അത്. ആ അത്രയും കിട്ടുന്നില്ലല്ലേടി. ഷാമ്പു വെള്ളം കൂടിപ്പോയി ആണോ? ആ ആയിരിക്കും. ആ ദേ ദേ ചൂടെ തേടി ഓയ് എൻ്റെ ദൈവം ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ. മീനാക്കല്ലേ മീനാക്കല്ലേ? ആ അറിയത്തില്ല ഇനി വരുമോന്ന്. അടിപൊളി അടിപൊളി. ചെയ്യുമ്മേ ഞങ്ങൾ ചുമ്മാ അത് പൊട്ടിച്ചോ? പൊട്ടിക്കില്ലേ? പൊട്ടിക്കില്ലാണ്ടാ വരുന്നതേ വരുന്നു. അയ്യോ ദൈവമേ മതി. കറക്റ്റ് തന്നെ പൊട്ടിക്കുന്നത്. ഓ ഇത്ര കിട്ടുമായിരുന്നോ ഇത്? ദൈവമേ മതി. അത് ഇന്നലെ എന്നോട് ചോദിച്ചായിരുന്നു ബൗല്. ആ രണ്ട് വലുതുണ്ടായിരുന്ന റാണിയമ്മ കൊടുത്ത നല്ല അടിപൊളിയായിരുന്നു. ആ അതെല്ലാം പൊട്ടിച്ചെന്നാ എനിക്ക് തോന്നുന്നു. വേണ്ട വേണ്ട വേണ്ട. ആ എന്റെ ദൈവം. ഓ കൊച്ചിന് സന്തോഷമായി ഏതായാലും അല്ലേ? ഒന്നും ഭയങ്കര ഇട്ടോ നെയ്യമ്മേ. അയ്യോ നോട്ടറി ഒന്ന് അമ്മായി ഒന്ന് എടുത്ത് വടി വെച്ച് നോക്കിയതാ.
അയ്യോ ദൈവമേ. ഇല്ല അവിടെ ഇല്ല. അതെ അതെ, പതിയെ ഊതണം. അയ്യോ പതിയെ ഊത്. പോയി ഒരു കുപ്പി വള വാങ്ങിയ വളയുടെ നീറ് പറയാമോ? ചുമ്മല. അതിൽ ഒരെണ്ണത്തിന്റെ പ്രായം നമുക്ക് മനസ്സിലാക്കാം, ബാക്കി രണ്ടെണ്ണം തന്നെയാ യോയോ കുട്ടികളാണ്. ഞങ്ങൾ അമ്മാവന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഒന്നുമില്ല, ഞാൻ ഇവിടെ സ്വകാര്യം പറഞ്ഞു. അവളതാ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നതെന്ന് തോന്നുന്നു. കൈ നീട്ടി വെക്ക്. കടയിൽ പോയി ഒരു കുട്ടി വള വാങ്ങി ആ വള വീണ്ടും ഒരോട്ടോ വരുന്നുണ്ട്. വാവലാണോ വവ്വാലാണോ? പോയി ഡാഡിയാണോ? അന്നേരം പോകാൻ വന്നത് അല്ല, ഇതിവിടെ പൊട്ടച്ചോറാ. അത് എന്റെ ദൈവമേ, ആരാരാന്ന് ചോദിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇത് കിച്ചുവിന്റെ ഇതെല്ലാം കണ്ടപ്പോ പറഞ്ഞു മാമൻ, ചിപ്പീനെ കണ്ടപ്പോ ചേച്ചി. അതിനാ ചിപ്പീനെ ഷേപ്പ് കുഞ്ഞിരുത്തിയത്. അതാ ചാച്ചനെ കാണിച്ചപ്പോ വെല്ലിച്ച. അത് പൂപ്പി. കേരക്കറി, പോത്തുകറി, പൊറോട്ട. എടി വേറൊരു കറി കൂടെ ഉണ്ടായിരുന്നില്ല സിന്ധു, വെള്ളിയാഴ്ചക്കാർക്കുള്ളതാണെങ്കിലും അതും കൂടെ വെച്ചു. കിഴങ്ങിഞ്ഞാറ് വേണ്ടായിരുന്നത്. മീൻകറി കൊണ്ട് വെച്ചു. മീൻകറി സൂപ്പറാ, മീൻകറി സൂപ്പറാ. അതിന് തട്ടുന്നുണ്ട്. എന്നാലും സൂപ്പറാ സൂപ്പറാന്നുണ്ട്. അതിന്റെ കൂടെ മകളും കൂടെ കൂടി സൂപ്പറാ, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അവള് പറഞ്ഞു ഞാൻ ഇന്ന് ഇച്ചിരി സമയം എടുത്തുണ്ടാക്കിയതാണ്. അത് കൊള്ളാം, മീനിന്റെ കുറവുണ്ട്. അന്നാ പിന്നെ രണ്ടെണ്ണം കൂടെ കൊടുക്കാം. എന്റെ ദൈവം, ഇവക്കൊരു രക്ഷയില്ല. ഇവളെ പിന്നെ വന്നു കഴിഞ്ഞാൽ ഉള്ള സാധനം ഇല്ല. ആ ചിപ്പിനെയും മാത്രമേ പോയുള്ളൂ. അതാ കല്യാണത്തിന് വന്നിട്ടു അവിടെ വന്നിട്ടു. കണ്ണാടിയുടെ മോളിൽ കൂടെ നോക്കുക. ആ കൊള്ള, സൂപ്പറാ സൂപ്പറാണ്. ഇംഗ്ലീഷുകാര് ഹലോ ഹൗ ആർ യു നോക്കുന്നേ. അയ്യോ തലവയ്യ. അയ്യോ അതെ, ആ രണ്ടുപേരും കൊള്ള, സൂപ്പറാണ്. ഇംഗ്ലീഷാണോ? അതെ അതെ, രണ്ടുപേരുടെ പറ്റിയ ലുക്കാ. അങ്ങനത്തെ ഭാഷയായിരിക്കും. അല്ല, അന്ന് കോട്ടയത്ത് വെച്ചിട്ട് വേറെ ആരുടെ കയ്യൊന്നും പോയില്ല. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. തൂത്ത് കളഞ്ഞോ? അയ്യോ, ഉമ്മ കൊടുത്തിട്ട് തൂത്ത് കളഞ്ഞോ? എടീ തഴമ്പുള്ള കയ്യാ അതാ.
എന്റെ പൊന്നെ. അത് മറന്നു പോയിട്ടില്ല. അയ്യോ മതി. ഇപ്പൊ നാളെ ഒരെണ്ണം വേണേ എടുക്കാം. പൊട്ടിക്കല്ലേ? ബൗള് വേണമെങ്കിൽ ചെല്ല. അതെ അതേടി. അയ്യോ അയ്യോ. കിച്ചുനോടാ ഇവിടെ ജീവിക്കണോ പോണോന്ന് പാപ്പു പോകാതെ. ഇവനെ ഒരു മാല എനിക്ക് തരാന്ന് പറഞ്ഞു. അതിപ്പോ ഇല്ല അവന്റെ കളിക്കാൻ കേട്ടോ. ആ കഴിഞ്ഞിടക്കേണ്ട ഇപ്പം പറഞ്ഞു. ഇപ്പൊ സുനിലുപ്പ വന്നിട്ട് കൊറേ ആയി. ഞാൻ എപ്പോഴും വരുന്നുണ്ട് എന്നെ മേച്ചില്ല. അല്ല ഞാൻ എപ്പോഴും ഞാനിനി വരുന്നില്ല. അങ്ങനെ അത് കൊള്ളാം. അപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്നാ പോവാ. നമുക്ക് പോവാൻ എല്ലാം കിട്ടി. അയ്യോ കണ്ണാടി കൊടുത്തേരച്ചിട്ടേ. എന്ത് അത് ചൂനിക്കോ? അച്ഛനോട് പറഞ്ഞില്ല ഗുഡ് നൈറ്റ്. സാധനം തന്നെ ഇറ്റേനെ മാത്രം ഇഷ്ടമുണ്ട്. നോക്കി ഇവിടെ ആരും മാമൻ ഫോട്ടോ കണ്ടിട്ട് അവളോട് പറഞ്ഞു കറക്റ്റ് മാമനാന്ന്. കൊടുക്കുന്നുണ്ടോ? ചിറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടോ കണ്ണാടി ആരുടെ? ചൂനന്റെ. എന്നാ പോ. എന്നാ ഞങ്ങള് പോവാണേ. അതെ ചിപ്പി കഴിച്ചില്ല. എന്നാ ഉമ്മ കൊടുക്ക്. എന്നാ ഇപ്പൊ എല്ലാം മേടിക്കും കണ്ണാടിയും കിന്നാടിയൊക്കെ. ഉമ്മ കൊടുക്ക്. ഇവള് ചിപ്പിക്ക് മാത്രം ഉമ്മ കൊടുക്കുവേ. ഫ്ലൈങ് കിസോ ആണോ? വിളച്ചിട്ട് പാടില്ല. ആടെ തിന്തപ്പോ പിണങ്ങി. അയ്യോ പിണങ്ങി കേട്ടോ കൊച്ചിനോട്. എന്നാടാ മരിച്ചു കഴിഞ്ഞ് വന്നില്ലായിരുന്നല്ലേ? ഓ കാറൊക്കെ കേറി ഇരുന്ന് നോക്കുക കേട്ടോ. സ്റ്റിയറിങ്ങിലൊക്കെ ഡോറ് തുറന്ന് കിടന്നൊക്കെ പറഞ്ഞോണ്ടാ തന്നെ കേറി നോക്കുക കേട്ടോ. അതെ ഒന്നും കിട്ടില്ല. പറപ്പിച്ച് വിടും. അപ്പൊ അത് വാകുട്ടച്ചേട്ടൻ കയറിയിരുന്നു. പക്ഷെ വണ്ടി മാറ്റാതെ കൊണ്ട് ഇവിടുന്ന് അനക്കാൻ പറ്റത്തില്ല. ഓട്ടോ അവന്റെ വണ്ടി മാറ്റാതെ ഒരു കളിയും നടക്കില്ല. ചൂന പോകുന്നുണ്ടോ? ചൂനെ ഒരു ഉമ്മ കൊടുക്കടി. ഇത്രയും ചാണകം വെക്കാതെ. അതേന്ന് അയ്യോ അടിപൊളി. അയ്യോ കേട്ടാടി. കേട്ടായിരുന്നോ? എന്നാ വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ മതി. എന്നാലും ഓർക്കപ്പുറത്ത് ഒരു വരവ് വന്നാ. എന്നാ പോവാടി. ഒരിടത്തും പോയില്ല. അതെ അടുത്ത പ്രാവശ്യം പോവാ ഇനി. അതെ നാളെ കാലേ പാക്കലാന്ന് പറയടി. സിന്ധു ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ വീഡിയോ അവള് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു ഒരു ഇൻട്രോ, ഇങ്ങോട്ട് തിരിച്ചെന്തോ ഒരു വൈകുമ്പോ. അപ്പൊ ഇത് ഒരിടത്തോട്ട് തിരിപ്പിച്ചില്ല, അവിടെ തന്നെ നിർത്തിയെടുക്കണം. അതെ എന്നെ പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. വയറ് നിറഞ്ഞോറോ അത് പതിവാണ്. ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ബെല്ലൈക്കൺ ഇടിച്ചു. പുതിയൊരു വീഡിയോ ഇടുന്നതല്ല, ഇപ്പൊ ഉറപ്പില്ല.